ഹലോ. സ്കാപ്പിയ ഒരു കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അവരൊരു ഇനീഷ്യേറ്റീവ് ഇറക്കി. ഓഗസ്റ്റ് 31 ഇത് തീർന്നു. ഇത് ഇന്ന് രാവിലെ വരെ അതുണ്ടായിരുന്നു. ബട്ട് ഹിയർ ഐ ആം സക്സസ്ഫുള്ളി നോട്ട് അപ്ലൈഡ് ആൻഡ് വെയിറ്റിംഗ് ടു ബി സം മാജിക് വിൽ ഹാപ്പൻ. പറഞ്ഞത് സ്കാപ്പിയൻ്റെ ഈ ഒരു പരിപാടി, അവരുടെ ഒരു ലീപ്പ് ഇയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഈ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവർ ഫുള്ളി ഫണ്ടഡ് 12 കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ, ഒരു മാസം ഒരു കൺട്രി വെച്ചിട്ട് തോന്നുന്നു 12 കൺട്രീസ് വിസിറ്റ് ചെയ്യാനുള്ളൊരു കംപ്ലീറ്റ് കോസ്റ്റ് അവരെടുക്കും. നമ്മൾ ട്രാവൽ, വിസ, അവിടുത്തെ സ്റ്റേ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവരെടുത്തോളൂ. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, എത്ര പേര് അപ്ലൈ ചെയ്യുന്നു അതിൽ 2 പേർക്കേ പോകാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമൊന്നും വേണ്ട, യു ജസ്റ്റ് ഗോ ദെയർ ആൻഡ് യു ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്. ആൻഡ് ലീപ്പ് ഇയറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഐ വാസ് വെരി ത്രിൽഡ് ആൻഡ് ഐ ആം സ്റ്റിൽ വെരി ത്രിൽഡ്. ഞാൻ അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കംപ്ലീറ്റ് ഓരോ പ്രാവശ്യം അതിൽ എന്തൊക്കെയാണുള്ളത് ആദ്യം അത് നോട്ട് ചെയ്ത് വെച്ച്, അതിനുശേഷം അതിൻ്റെ ഫോം എടുത്ത് ഫോമിൻ്റെ പകുതി ഫില്ല് ചെയ്യും. അപ്ലിക്കുമ്പോൾ ഫോം എക്സ്പയർ ആയി പോകും. വീണ്ടും ഇത് ഓപ്പൺ ചെയ്യും. അത് നെറ്റ് കട്ടാവുകയോ കോൾ വരികയോ ചെയ്യുമ്പോൾ വീണ്ടും എക്സ്പയർ ആയി പോകും. പിന്നെ ആ സമയം വിട്ടുപോകും. പിന്നെ വീണ്ടും ആദ്യത്തിന് ഫസ്റ്റ് മുതലെടുക്കും. ഒരു 5 times ഐ ഹാവ് ലിറ്ററലി റൈറ്റ് ചെയ്തു, എഴുതി കുറേ ക്യാച്ചി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ ശ്രമിച്ചു. ഒക്കെ ഫെയിലായിപ്പോയി. ഫൈനലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് ഐ വാസ് ലിറ്ററലി ലൈക്ക്, ഓക്കെ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് തരത്തിലുള്ള വീഡിയോ സ്കാപ്പിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് ഏതൊക്കെ രാജ്യങ്ങളെ കാണാൻ താല്പര്യമുള്ളതെന്നുള്ള രീതിയിലൊക്കെ ഒരു ഇൻട്രോ അവരിങ്ങനെ ചോദിക്കും, പറയും. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഇത്രയും പറയാനുള്ള കാരണം, ഈ 2 മിനിറ്റ് ഞാൻ സംസാരിക്കേണ്ടായ കാരണം, ലിറ്ററലി വി ഹാവ് ഫെയിൽഡ്. നമ്മളത് അപ്ലൈ ചെയ്തിട്ടില്ല. ഇന്ന് മോർണിംഗിൽ വരെ ഞാൻ നോക്കിയപ്പോൾ അതുണ്ടായിരുന്നു. അതായത് 31 വരെയാണ് അവരുടെ സമയം പറയുന്നത്. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും പക്കയാണ്. ഇന്ന് രാവിലെ വരെ ഓപ്പൺ ചെയ്ത് വെച്ചു ആൻഡ് ഇറ്റ് വാസ് ക്ലോസ് ടുഡേ. അതെ, ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വർഷം അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പോൾ അപ്ലൈ ചെയ്യാം. ബട്ട് ഐ എം സോ എക്സൈറ്റഡ്. ഓൾ ദ ബെസ്റ്റ് ടു ദ വിന്നേഴ്സ്. ഞാൻ അതിലേക്ക് അത് പോയ രസമായിരിക്കും. കാരണം 1 year യു ക്യാൻ എക്സ്പീരിയൻസ് എവറിത്തിങ്. ഒരാൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലിറ്ററലി ഇഫ് യു ആർ എ ട്രാവൽ ഫ്രീക്ക് or if you are someone like കുറച്ചുകൂടി യാത്ര ചെയ്യാൻ താല്പര്യമുള്ള, അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഫയറുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആൻഡ് ഹിയർ ഐ ആം സക്സസ്ഫുള്ളി ഫെയിൽഡ് ഇൻ ചെയ്യുന്നതിൽ. ബട്ട് നോ വറീസ്. ഓഫ് കോഴ്സ് ഐ ഹാവ് വറീസ്. പക്ഷേ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. I'll get it straight next time. I'm pretty sure on it. സോ അതൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പോകാൻ കരുതി. ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാം. ലെറ്റ് സി വാട്ട് വിൽ വി ക്യാൻ ഡു നെക്സ്റ്റ്. ഐ തിങ്ക് സ്വിറ്റ്സർലൻഡ് വാസ് മൈ ചോയ്സ്. സ്വിറ്റ്സർലൻഡ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് സിറ്റിയാണ്. ആൻഡ് ബെർലിന എക്സ്പ്രസിൻ്റെ എക്സ്പീരിയൻസ് അത് ഭയങ്കര സംഭവമാണ്. അതുപോലെ മസായി മാര വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ലൈക്ക് നമ്മുടെ ആകെ കുഞ്ഞു നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് ക്യാമറയുള്ളത്. അപ്പോൾ അവിടെ പോയി മസായി മാരയിൽ കുറേ കിട്ടുന്ന വീഡിയോസും പരിപാടിയൊക്കെ പഠിക്കാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആമസോൺ ഫോറസ്റ്റ് ആയിരുന്നു. ആമസോൺ ഫോറസ്റ്റ് അവിടെ പോയി നല്ല അടിപൊളി സ്റ്റോറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ തന്നെയുള്ള പാരീസ്, ലൈക്ക് പാരീസ് എന്ന് പറയുന്നത് ലിറ്ററലി നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത് പാരീസാണോ റോമാണോ? ഐ തിങ്ക് ആ ഒരു ത്രികോണം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുള്ള ഗ്ലാസ് പരിപാടികൾ എനിക്കിതാണെന്നറിയില്ല. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് മൈ നോട്ട് ചെയ്ത് വെച്ചത്. ആൻഡ് പിന്നൊക്കെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാടുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള. ബ്രസീൽ വാസ് വൺ ഓഫ് ഒരു പരിപാടിയായിരുന്നു. ഓസ്ട്രേലിയ വാസ് വൺ ഓഫ് മൈ, കാരണം മാഡ് മാക്സ് കണ്ടിട്ട് ഓസ്ട്രേലിയൻ ഒരു സംഭവം എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ടുണ്ടായിരുന്നു. പിന്നെ മേജറായിട്ടുള്ള മറ്റൊന്നായിരുന്നു നമ്മുടെ ഈ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ഹിസ്റ്റോറിക്കൽ പരിപാടിയായിരുന്നു. ഗോണ്ട്വാന ലാൻഡ് അതിൻ്റെ ഭാഗത്ത് നിന്ന് മുറിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ആഫ്രിക്കൻ ലൊക്കേഷൻ എന്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഏതാണെന്നുള്ളത് അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം.
പിന്നെ അതുപോലെ നമ്മുടെ അയ്യോ നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ടല്ലോ, എൻ്റെ പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ആൻഡ് മൈ ഫേവറേറ്റ് വിച്ച് ഇസ് ലണ്ടൻ, UK. ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ്. അതായത് 221B ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ നമ്മുടെ ഒരു മെയിൻ. ദെൻ ഹോളിവുഡ്. ഇങ്ങനെ ഒരു 10-12 കാര്യങ്ങൾ മെയിനിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പോൾ സീ യു.